സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എടോടി വടകര. കക്കട്ടിൽ അമ്പലകുളങ്ങര ശ്രീ പാർവതി പരമേശ്വര ക്ഷേത്രം നവീകരണ കലശവും പ്രതിഷ്ഠ കൊടിയേറ്റ മഹോത്സവം ഫെബ്രുവരി 3 മുതൽ 18 വരെ നടക്കും. ഫെബ്രുവരി 3 ആചാര്യ അനുഗ്രഹ പ്രഭാഷണത്തിന് ക്ഷേത്രം തന്ത്രി തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാട് നേതൃത്വം നൽകും. തുടർന്ന് വിവിധ ദിവസങ്ങളിൽ ഭഗവതി സേവ, പുനഃപ്രതിഷ്ഠ, പൊങ്കാല സമർപ്പണം, ധ്വജപ്രതിഷ്ഠാകർമ്മം, കൊടിയേറ്റ്, തിടമ്പ് നൃത്തം, മഹാഗണപതി ഹോമം, സർപ്പബലി, പള്ളിവേട്ട, ആറാട്ട്, വിവിധ കലാപരിപാടികൾ എന്നിവയും അരങ്ങേറും. ചടങ്ങിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കാളികളാകണമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. അമ്പലക്കുളങ്ങര ശ്രീ പാർവതി പരമേശ്വര ക്ഷേത്രം ഒരു മഹാക്ഷേത്രമാക്കി മാറ്റുക എന്നുള്ള ആ സതുദ്യമം ഈ അടുത്ത മാസം 3-ാം തീയതിയോടുകൂടി നടക്കുന്ന ക്ഷേത്ര നവീകരണ കലശം, ധ്വജപ്രതിഷ്ഠ, കൊടിയേറ്റ മഹോത്സവം എന്നീ ചടങ്ങുകളോടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെയും അതുപോലെ തന്നെ ക്ഷേത്ര കമ്മിറ്റിയുടെയും മുഴുവൻ പേരുടെയും വളരെ കാലത്തെ ആഗ്രഹമാണ് ഈ ക്ഷേത്രത്തെ ഒരു മഹാക്ഷേത്രമാക്കി മാറ്റുക എന്നുള്ളത്. 2006 ഈ ക്ഷേത്രത്തിന് വേണ്ടി അന്ന് ഈ ക്ഷേത്രത്തിന് ക്ഷേത്രമോ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് ഈ പ്രദേശത്ത് സ്വർണ്ണപ്രശ്നം വെക്കുന്നത്. ആ സ്വർണ്ണപ്രശ്നത്തിലൂടെയാണ് ബ്രാഹ്മണ സമൂഹം പരിപാലിച്ചു പോകുന്ന ക്ഷേത്രമാണ് ഇവിടെ നിലനിന്നതെന്നും ഇവിടെ ശിവശക്തി സാന്നിധ്യവും അതുപോലെ തന്നെ ജഗദംബയായ പാർവതി ദേവിയുടെയും അനുഗ്രഹത്തോടുള്ള ക്ഷേത്രമാണ് നിലനിന്നിരുന്നതെന്നും അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം ഇവിടെ ക്ഷേത്രത്തിന് സ്ഥലം വാങ്ങിക്കുകയും കരുവങ്കണ്ടി അന്തൂർ എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്നാണ് ഈ ക്ഷേത്രം നമ്മൾ വില കൊടുത്ത് വാങ്ങിയത്. അതിനുശേഷം മുന്നിലുള്ള സ്ഥലം കുയ്യടി മൊയ്തു എന്ന് പറയുന്ന ആളുടെ പേരിൽ അയാളിൽ നിന്നാണ് വാങ്ങിച്ചത്. അതുപോലെ തന്നെ രവിയേട്ടൻ, കിണറുള്ളത് രവിയേട്ടൻ എന്നുള്ള ആ വ്യക്തിയാണ് നമുക്ക് മറ്റ് 46 സെൻറ്റ് സ്ഥലം തന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പം മൊത്തത്തിൽ ഒരു 85 സെൻറ്റോളം സ്ഥലം നമ്മൾ ദേവൻ്റെ ഭൂമിയാക്കി മാറ്റിയിട്ടുണ്ട്. ഇനിയും ഈ ക്ഷേത്രത്തിന് പിൻഭാഗത്തായിട്ട് സ്ഥലമില്ലാത്ത വർഷം കൊണ്ട് കുറച്ചുകൂടി സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഉടമ അതിന് തയ്യാറാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നിരുന്നാലും ഉള്ള സൗകര്യം വെച്ച് ഇവിടെ എത്തുന്ന ദേവൻ്റെ എല്ലാ ഭക്തന്മാർക്കും പരമാവധി കാര്യങ്ങൾ ഒരു അസൗകര്യവും ഇല്ലാതെ ചെയ്തു കൊടുക്കുക എന്നുള്ളതിന് വേണ്ടിയുള്ള ശക്തമായ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കൊടിമരം സ്ഥാപിച്ചു കഴിഞ്ഞു, അതുപോലെ തന്നെ ബലിക്കല്ലുകൾ ഒക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഉള്ളിൽ സപ്തമാതൃക്കളടക്കമുള്ള ബലിബിംബങ്ങളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനി ഈ 3-ാം തീയതി മുതൽ നടക്കുന്ന നമ്മുടെ ക്ഷേത്രത്തിൻ്റെ നവീകരണ കലശ ചടങ്ങുകൾ 8-ാം തീയതി വരെ നടക്കുകയാണ്. 8-ാം തീയതി ശേഷം 10-ാം തീയതിയാണ് നമ്മുടെ ദേവൻ്റെ പുനഃപ്രതിഷ്ഠ നടക്കുന്നത്. 13-ാം തീയതി രാവിലെ കൊടിമര പ്രതിഷ്ഠയും അതുപോലെ തന്നെ അതിനുശേഷം വൈകുന്നേരം 7 മണിക്ക് കൊടിയേറ്റ മഹോത്സവവും ആരംഭിക്കുകയാണ്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണനെല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടാണ് ഈ ചടങ്ങുകളൊക്കെ നേതൃത്വം അദ്ദേഹത്തിൻ്റെ മുഖ്യ കാർമ്മികത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. അതുപോലെ തന്നെ 10-11 നമ്പൂതിരിമാർ വന്ന് അതിൻ്റെ ചടങ്ങുകൾ 3-ാം തീയതി തന്നെ ആരംഭിക്കുകയാണ്. 18-ാം തീയതി ആറാട്ടോടുകൂടിയാണ് ഈ ഉത്സവ ചടങ്ങുകൾ സമാപിക്കുന്നത്. ഇത്രയും ചടങ്ങുകളിലൊക്കെ തന്നെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും സഹായവും സഹകരണവും സമർപ്പണവുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്.